വളരെ പ്രധാനപ്പെട്ട ഒരു അറസ്റ്റിലേക്ക് തന്നെയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. വിജിൻ വായാന്തോടുകൂടി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. വിജിൻ, ഓരോ ദിവസം കഴിയും തോറും പുതിയ പല നിർണായക ഘട്ടത്തിലേക്കും കടക്കുകയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം. ഇതിപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അറസ്റ്റിലേക്ക്, കാരണം അറസ്റ്റിലാകുന്ന ആദ്യത്തെ ഉന്നതൻ കൂടിയാണ് ഇപ്പോൾ ഈ എൻ വാസു എന്ന് പറയുന്നത്. വെറും ഒരു ഉദ്യോഗസ്ഥൻ മാത്രമല്ല, മുൻ ദേവസ്വം പ്രസിഡന്റായിരുന്നു, മുൻ ദേവസ്വം കമ്മീഷണറായിരുന്നു. സർക്കാരിനെ സംബന്ധിച്ചുകൂടി പ്രതിസന്ധിയാവുന്ന ഒരു ഘട്ടം തന്നെയാണ്. അമൃത, തീർച്ചയായും. അതായത് എൻ വാസു മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു എന്നുള്ളത് തന്നെയാണ് സർക്കാരിനെ കുഴക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട കേസന്വേഷണം അത് ഉദ്യോഗസ്ഥരിലേക്ക് മാത്രം എത്തും എന്നുള്ളൊരു പ്രതീക്ഷയും അത്തരത്തിലുള്ളൊരു വാദങ്ങളുമൊക്കെ ആയിരുന്നു CPM ഒപ്പം തന്നെ സർക്കാരുമൊക്കെ പങ്കുവച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ CPM സർക്കാർ നിയോഗിച്ച ദേവസ്വം ബോർഡ് പ്രസിഡന്റിലേക്ക് തന്നെ അന്വേഷണം എത്തുന്നു. ആദ്യഘട്ടത്തിൽ പ്രതി ചേർക്കപ്പെടുന്നു. ഇപ്പോൾ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് അടുത്ത് നിൽക്കെയാണ് ഇത്തരത്തിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു കാണേണ്ടത്. നേരത്തെ 2019 ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന ഘട്ടത്തിൽ ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു കത്തുണ്ടായിരുന്നു. അത് ദേവസ്വം ബോർഡുമായി സഹകരിച്ച് ഒരു കല്യാണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട കത്താണ് നൽകിയത്. അതിന് അനുമതി നൽകണം എന്നുള്ളതായിരുന്നു എൻ വാസുവിന് നൽകിയ കത്ത്. ആ കത്ത് എന്ത് ആവശ്യത്തിന്റെ പേരിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇങ്ങനെ ഒരു കത്ത് നൽകിയത് എന്ന് പോലും ആലോചിക്കാതെ, കൂടുതൽ ആലോചന ഒന്നും നടത്താതെയാണ് എൻ വാസു അത് ദേവസ്വം കമ്മീഷണർക്ക് കൈമാറിയത്. ഇതിൽ നടപടി എന്ത് സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു എൻ വാസു ഈ കത്ത് നൽകിയത്. എന്തിന്റെ ഭാഗമായിട്ടാണ്? സ്വർണ്ണപ്പാളി പൂശിയതുമായി ബന്ധപ്പെട്ട് എന്ത് തരത്തിലുള്ള സഹായത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു കല്യാണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട കത്തിന് അതിൽ ഒരു തുടർ നടപടി എന്നുള്ള നിലയിൽ ആ കത്ത് പിന്നീട് ദേവസ്വം കമ്മീഷണർക്ക് നൽകിയത് എന്നുള്ളതാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ എൻ വാസുവിന്റെ പങ്കായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത്. ഇത് വലിയ തരത്തിൽ സർക്കാരിനെ തലവേദന ഉണ്ടാക്കുന്ന വിഷയമായി മാറും. തെരഞ്ഞെടുപ്പിലും ഒപ്പം തന്നെ സർക്കാരിനും മുഖ്യമന്ത്രിക്കും CPM-നും ഒക്കെ മറുപടി പറയേണ്ട നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഇത്രയും നാൾ അന്വേഷണം കൃത്യമായി നടക്കുന്നു. ഉദ്യോഗസ്ഥ തലത്തിൽ എന്ത് തരത്തിലുള്ള തെറ്റുണ്ടെങ്കിലും അത് കണ്ടെത്തട്ടെ, അവർക്കെതിരെ നടപടിയെടുക്കട്ടെ എന്നുള്ള രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ ആയിരുന്നു CPM നേതാക്കളുടെയും സർക്കാരിന്റെയും ഒക്കെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ നേരിട്ട് CPM-നെ തന്നെ ബാധിക്കുന്ന നിലയിലേക്ക് അവർ നിയോഗിച്ച ഒരാളിലേക്ക് ഈ കേസന്വേഷണം എത്തുകയും അയാൾ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയും ഒക്കെ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു കാണേണ്ടത്. എന്തായാലും ഇതിന് എന്ത് മറുപടി നൽകും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. CPM സംസ്ഥാന സെക്രട്ടറി അല്പസമയത്തിനകം ഇതിൽ പ്രതികരണം നൽകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയത്തിനകം അദ്ദേഹത്തിന്റെ ഒരു പരിപാടി നടക്കുന്നുണ്ട്. അതിൽ ഒരുപക്ഷെ മറുപടി പറയാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇപ്പോൾ ഈ അനിൽകുമാർ പറഞ്ഞതുപോലെ എല്ലാ തരത്തിലും അന്വേഷണം നടക്കും. ആരൊക്കെയാണോ കുറ്റക്കാർ അവരിലേക്കൊക്കെ എത്തും എന്ന് പറയുമ്പോഴും സർക്കാരിനും CPM-നും ഇടതുപക്ഷത്തിനും ഇക്കാര്യത്തിൽ ബാധ്യതയുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ദേവസ്വം ബോർഡ് പ്രസിഡന്റായി നിയോഗിച്ച ഒരാൾ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്തുന്ന ആളാണോ എന്നൊക്കെ പരിശോധിക്കേണ്ടത് അത് സർക്കാരാണ്, ഒപ്പം തന്നെ നിയമിച്ച ആളുകളാണ്. അതുകൊണ്ട് തന്നെ എൻ വാസു ഇങ്ങനെ ഈ കേസിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ള കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ആണ് അന്വേഷണ സംഘം ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഇനി മറുപടി പറയേണ്ടത് തീർച്ചയായും സർക്കാരും ഇടതുപക്ഷവും തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിലേക്കുള്ള നേരത്തെ പ്രതിപക്ഷം ഉൾപ്പെടെ ഉന്നയിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഇക്കാര്യത്തിൽ ബന്ധമുണ്ട് എന്നുള്ളതാണ്. കടകംപള്ളി സുരേന്ദ്രന്റെ പേര് ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് കടകംപള്ളി സുരേന്ദ്രന് ഈ സ്വർണ്ണപ്പാളി കൊള്ളയുമായി ബന്ധപ്പെട്ട് ബന്ധമുണ്ട്, ഏതോ ഒരു VIP-ക്ക് ഇത് എത്തിച്ചതിൽ ഇതിൽ ബന്ധമുണ്ട് എന്ന കാര്യം തുടർച്ചയായി ആരോപിച്ചിരുന്നു. അതിലേക്കൊക്കെ സംശയത്തിന്റെ നിഴൽ എത്തി നിൽക്കുന്ന നിലയിലാണ് ഇപ്പോൾ വാസുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതോടെ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും CPM-ഉം LDF-ഉം ഇക്കാര്യത്തിൽ പ്രതിസന്ധിയിലാകും, സർക്കാരും ഇക്കാര്യത്തിൽ പ്രതിസന്ധിയിലായിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി ഈ അന്വേഷണം എങ്ങോട്ട് പോകുമെന്നുള്ളതാണ് അറിയേണ്ടത്. നേരത്തെ തന്നെ സർക്കാരിനും ഒപ്പം തന്നെ LDF-നും ഒക്കെ ഇക്കാര്യത്തിൽ എൻ വാസുവിന്റെ അറസ്റ്റിലേക്ക് കടക്കുമോ എന്ന കാര്യത്തിലുള്ള ആശങ്കയുണ്ടായിരുന്നു. ആ ആശങ്ക ഇപ്പോൾ പൂർണ്ണമായും മാറിയിരിക്കുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇനി അറിയേണ്ടത്. ഈ എൻ വാസുവുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലും അതിന്റെ നടപടിക്രമങ്ങളും ഒക്കെ ഏതൊക്കെ ഉന്നതന്മാരിലേക്ക് ഈ കേസ് എത്തിക്കും എന്നുള്ളതാണ്. അതിൽ ആണ് നിലവിലുള്ള ആശങ്ക ഭരണപക്ഷത്തിന് നിലവിലുള്ളത്. എന്തായാലും പ്രതിപക്ഷത്തിന് കൂടുതൽ ആയുധം ലഭിക്കുകയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച
അവസാനിച്ച ഘട്ടത്തിൽ എന്ന് തന്നെ പറയാം. കാരണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണ സംഘമാണ് നിലവിൽ എൻ വാസുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ കേസിൽ 3-ാം പ്രതിയായി പ്രതിപട്ടികയിൽ ഇടം പിടിച്ചെങ്കിലും അറസ്റ്റ് എന്തുകൊണ്ട് നീളുന്നു എന്നുള്ള ചോദ്യം പ്രതിപക്ഷം ആവർത്തിച്ച് ചോദിച്ചിരുന്നു. ഇന്ന് രാവിലെ മാധ്യമങ്ങൾ കണ്ട BJP നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞതും അതുതന്നെയാണ്. എന്തുകൊണ്ട് എൻ വാസുവിന്റെ അറസ്റ്റിലേക്ക് കടക്കുന്നില്ല എന്നുള്ള ചോദ്യമായിരുന്നു ഉയർത്തിക്കൊണ്ടിരുന്നത്. അതിന് മറുപടി എന്നുള്ള നിലയിൽ ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ വിഷയത്തിൽ. ഏറ്റവും ഉന്നതനായ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്ന ആളിന്റെ അറസ്റ്റാണ് നിലവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. സർക്കാർ നിയമിച്ച മറ്റെല്ലാ ഉദ്യോഗസ്ഥരും സർക്കാർ നിയമിച്ച ആളുകളല്ല, സർക്കാർ നേരിട്ടിടപെടുന്ന ആളുകളല്ല എന്നൊക്കെ പറയാൻ കഴിയുമെങ്കിലും ദേവസ്വം ബോർഡിന് കൂടി കൃത്യമായി ഇടപെടൽ നടത്താൻ കഴിയുന്ന നിലയിൽ ഉള്ള ആളാണ് ഈ എൻ വാസു എന്ന് പറയുന്നത്. ആ എൻ വാസുവാണ് നിലവിൽ പ്രതിപട്ടികയിൽ ഇടം പിടിക്കുകയും ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇക്കാര്യത്തിൽ എന്ത് മറുപടി CPM സർക്കാരും പറയും എന്നതാണ് ഇനി അത് തന്നെയാണ് അറിയേണ്ടത്. വിജിനി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസ് നോക്കുകയാണെങ്കിൽ 2018 ദേവസ്വം ബോർഡ് ഈ കേസിൽ പ്രതിയാണ്. 8ാം പ്രതിയാണ് ദേവസ്വം ബോർഡ്. 2018 ദേവസ്വം ബോർഡ് എടുത്ത് പറയുകയാണ് വീണ്ടും. പക്ഷേ ഈ ഒരു കേസിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് പ്രതി ചേർക്കപ്പെടുന്നത് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കാം. ഇപ്പോൾ ഇതാ ഒരു ഉന്നതൻ അറസ്റ്റിലായിരിക്കുന്നു. അതും മുൻ പ്രസിഡന്റും മുൻ കമ്മീഷണറും ഒക്കെ ആയിരുന്ന ഒരു വ്യക്തി അറസ്റ്റിലായിരിക്കുന്നു. അപ്പോൾ നേരത്തെ CPM പ്രതിനിധി കെ അനിൽകുമാർ പറഞ്ഞതുപോലെ വെറുതെ ആ അന്വേഷണം നടക്കട്ടെ എന്ന് പറഞ്ഞ് വെറുതെ കൈകഴുകി കളയാൻ കഴിയില്ല സർക്കാരിന്. കൃത്യമായ മറുപടി അത് ജനങ്ങൾക്ക് ആവശ്യമാണ്. അമൃത, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതായത് നേരത്തെ തന്നെ ഇതിൽ ഉള്ള ജനങ്ങൾക്കൊക്കെ ഉള്ള ഒരു സംശയം എന്ന് പറയുന്നത് അത് ഏതൊക്കെ തരത്തിലുള്ള ഇടപെടലാണ് നടത്തിയിട്ടുള്ളത്. ഇങ്ങനെ ഒരു സ്വർണ്ണപ്പാളി പുറത്തേക്ക് പോവുകയും അത് നിരന്തരമായി സ്വർണം പൂശാൻ കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുകയും പോറ്റി എന്ന ആളിലേക്ക് അന്വേഷണം എത്തുകയൊക്കെ ചെയ്തു. ആ പോറ്റിയെ തന്നെ നേരത്തെ ദേവസ്വം മന്ത്രിയും ഒപ്പം തന്നെ സർക്കാരും ഒക്കെ തള്ളിപ്പറഞ്ഞതാണ്. പോറ്റി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന കാര്യം അവർ നേരത്തെ സമ്മതിച്ചിരുന്നു. പോറ്റിക്ക് ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകാൻ ആരുടെയൊക്കെ ഒത്താശയുണ്ടായി എന്നുള്ളതാണ് പിന്നീട് അറിയേണ്ടിയിരുന്നത്. ആ ഒത്താശ ആണ് നിലവിൽ ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റായ എൻ വാസുവിലേക്ക് എത്തി നിൽക്കുന്നത്. അദ്ദേഹം ദേവസ്വം ബോർഡിന്റെ മുൻ കമ്മീഷണർ കൂടിയായിരുന്നു. അങ്ങനെ ഒരാളിലേക്ക് എത്തി നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ അറസ്റ്റ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ രേഖപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഏത് ഉന്നതരിലേക്ക് ആരായാലും ശിക്ഷിക്കപ്പെടട്ടെ എന്നൊക്കെ പറയുമ്പോൾ ആ ആളുകളെ ആരെയും നിയമിച്ചത് ആരാണോ എന്നുള്ള ചോദ്യമാണ് പിന്നീട് ഉയരുക.